बहारों भूल बरसा मेरा महबूब आया है, मेरा महबूब आया है। हवाओं रागिणी गा मेरा महबूब आया है, मेरा महबूब आया है। वो लाली फूल की मेहंदी लगाई ने गोरे हाथों में, उत्तर आए खटा काजल लगाई ने प्यारी आंखों में। सितारों मांग भर जा मेरा महबूब आया है, मेरा महबूब आया है। बहारों भूल बरसा मेरा महबूब आया है, मेरा महबूब आया है। नसारो हर तरफ अबदान दो एक नूर की चादर, बड़ा शर्मीला दिलबर है चला जाए न शर्मा कर। सरा तुम दिल को बहलाओ मेरा महबूब आया है, मेरा महबूब आया है। बहारों भूल बरसा मेरा महबूब आया है, मेरा महबूब आया है। सजाई है जवां कलियों ने अब ये सेज उल्फत की, इन्हें मालूम था आएगी एक दिन रुत मोहब्बत की। फिजाओं रंग बिखरा मेरा महबूब आया है, मेरा महबूब आया है। बहारों भूल बरसा मेरा महबूब आया है, मेरा महबूब आया है। നാദർദർദാ എങ്ങനെ ഉണ്ടായി പാടിയിട്ട്? കുഴപ്പമില്ലെന്ന് കുഴപ്പമില്ലെന്നോ? എന്താ കുഴപ്പം തോന്നിയപ്പോ? ചോദിക്കാം. ഹരിച്ചേട്ടാ, സോ മോനെ മൊത്തത്തിൽ നല്ല പെർഫോമൻസ് ആയിരുന്നു. ദാറ്റ്സ് ഗുഡ്. താങ്ക് യു സർ. മെയിനായിട്ട് ഫീൽ ചെയ്ത ഡിക്ഷനാണ്. ഫസ്റ്റ് ലൈൻ ഒന്ന് പാടാവോ? बहारों भूल बरसा മോൻ നേരത്തെ പാടിയപ്പോൾ ഫൂൽ എന്ന് പാടി. ഭൂൽ ഭൂൽ भूल ആ സിതാറോ മാങ്ക് ഭർ 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 ജാൻ, അതൊക്കെ ബർ ജാൻ. അപ്പൊ അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഓ ലാലി ഭൂൽ, വീണ്ടും ഭൂലാണ്. പിന്നെ അതൊന്ന് പാടാവോ? ഓ ലാലി ഭൂൽ കി മെഹന്തി. പെർഫെക്റ്റ്. ओ लाली भूल की मेहंदी
लगाए न गोर. रे हाथों അവിടെ റഫി സാബിന്റെ ഭയങ്കര ഒരു ഹാത്തോ കേട്ടോ, ഹാത്തോ അല്ല ഹാത്തോ. हाथों में അപ്പൊ ആ ലൈനിലൊക്കെ അദ്ദേഹത്തിന്റെ ഒരു സ്മൈൽ ഉണ്ട്. ഭയങ്കര ചിരി, ഭയങ്കര ചിരിച്ചിങ്ങനെ നമ്മുടെ ഫ്രണ്ട് വെച്ച് തരും. ഒരു ആ ഇത് പറയാൻ പറ്റുന്നത്. അയ്യോ, ആ ലൈനൊക്കെ വരുമ്പോ നമ്മളത് അതെ, ബേസിക്കലി ബഹാറോ ഫൂല് ബർസാവ്, അതായത് ഹെവൻസ്, പിന്നെ പൂക്കൾ വിതറും, മെറ മെഹബൂബായ ഹെ, എൻ്റെ ഞാൻ സ്നേഹിക്കുന്ന ആള് വന്നിരിക്കുകയാണെന്നാണ് പറയണേ. അപ്പൊ അത് ഏറ്റവും ഹാപ്പിനെസ് ഉണ്ടാവുന്ന ഒരു മൊമെന്റിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. അപ്പൊ ആ സ്മൈലായിരുന്നു നമുക്ക് വേണ്ടത്. അതെ. നന്നായിട്ട് പാടി അല്ല. അപ്പൊ ആ ഒരു പോർഷൻ മോനെ, ആ സ്മൈലൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യും. കാരണം അത്രയും ഇതൊക്കെ അന്നത്തെ കാലത്ത് വൺ ടേക്കിലാണ് പാടുന്നത് ആലോചിക്കണം. ഇതിന്റെ ഡിക്ഷൻ ആണെങ്കിൽ അതുപോലെ ഛാദർ, അങ്ങനെ മോനെ കുറെ സറ സറ എന്നൊക്കെ പാടുന്നത്. സറ जरा जरा तुम दिल को बहलाओ, मेरा महबूब आया है, मेरा महबूब आया तारीरा. അപ്പോൾ ശ്രീഹരി പാടി നന്നായിട്ട്, പക്ഷെ ഒരു ഫുള്ളായിട്ട് അങ്ങോട്ട് തന്നോന്ന് ചോദിച്ചാലില്ല. ആ പാട്ട് നല്ല രീതിയിൽ പഠിക്കണം. കാരണം ഇപ്പോഴും നമുക്ക് റെഫർ ചെയ്യാൻ ഉള്ള ഒരുപാട് പാട്ടുകൾ ഇനിയും പഠിച്ച് തീരാൻ പറ്റില്ല. അത്രയും രസമായിട്ടാണ് അദ്ദേഹം ഇത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് മോൻ ഒന്നുകൂടി ഒന്നും ബെറ്റർ ആക്കാമെന്നും തോന്നി. ഓവറോൾ കുഴപ്പമില്ല കേട്ടോ. ഗുഡ് പെർഫോമൻസ്, ഓൾ ദ ബെസ്റ്റ്. थैंक यू सर. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക. നന്നായിട്ട് പാടിയാണ് थैंक यू सर. മോനെ. ഈ പാട്ടിൽ എന്തൊക്കെ ഭൂല് കേൾക്കാൻ പറ്റുമോ അതെല്ലാം കേട്ടിട്ടുണ്ട്. ഫൂല് കേട്ടു, ഭൂല് കേട്ടു, ഭൂല് കേട്ടു. ശരിക്കും ഭൂൽ ഭൂൽ അത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഭൂൽ फूल ഫൂൾ. ആ ബി വരരുത്, PH. നീ ഇതിൽ എഴുതിയത് കറക്റ്റ് ആണ്. फूल ആ അല്ല, അതിന്റെ ആ ഒരു ഏരിയയിലാണ് ഈ സാധനം കിടക്കണേ. മാങ്ക് ഭർ, ആ ഭർ ശരിക്കും ഭറായിട്ട് തന്നെ വരണം. भर സറ അല്ല, Zara. സറ. जरा സറ. അതുപോലെ ഇൻഹേ എന്നാണ് നീ പാടിയത്. ഇൻഹേ അത്രേ ഉള്ളൂ. इन्हें ഇൻഹേ അത്രേ ഉള്ളൂ. इन्हें मालूम ആ അത്രേ ഉള്ളൂ, സിമ്പിൾ. ഇൻഹേ ഇൻഹേ ഇല്ല, इन्हें ഇൻഹേ इन्हें ആ അത്രേ ഉള്ളൂ. അതുപോലെ ഫിസാവും, विजाओ ഫി फिसाओ ആ ओ फिजाओ ആ അത്രേ ഉള്ളൂ. നീ എന്താ പാടിയത്? വിസാവെന്നല്ലേ നീ പാടിയത്? ആ വിസാവ്, അങ്ങനെ ഒരു വാക്കില്ല ഹിന്ദിയിൽ. എന്താ ശ്രീഹരി. അപ്പൊ നമ്മള് ഡിക്ഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡിക്ഷൻ മനസ്സിലാക്കാതെ തെറ്റാണ് നിങ്ങൾ, എന്തോ ഇല്ലാത്ത വാക്കുകളാണ് നിങ്ങൾ പാടുന്നതെങ്കിൽ അത് മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് ജിബ്രിഷാണ്, ഒരർത്ഥവും ഇല്ലാത്ത വാക്കാണ്. അപ്പം അത് നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ കേട്ടോ. ओके सर. ദാറ്റ്സ് ഓൾ. ഓൾ ദി ബെസ്റ്റ്. थैंक यू सर. താങ്ക് യു ഷാനിക്ക. ശരത് സർ. മക്കളെ നന്നായിട്ട് തന്നെ പാടി കേട്ടോ. थैंक यू सर. പിന്നെ എനിക്കുള്ളത് താരിതീനി താരനനി നീര് തിരിനി നീര്. ഒരു സ്ഥലത്തൊരു ബൃഹ ഇല്ലേ, അത് മേരാ മെഹബൂബ്. ഒരു സ്ഥലത്ത് ഉള്ളതായിട്ട് എനിക്ക് എവിടെയോ കേട്ട് കിടക്കുന്നു. ആ മോൻ നോക്കിക്കോ കേട്ടോ. അതല്ല തീരെ, അതൊരു സ്ഥലത്തുണ്ട് കേട്ടോ. അത് നോക്കിക്കോളാം. മറ്റേയൊക്കെ ആ മോന് ഒരു വിധം നല്ല ഒരു സുഖം ഉണ്ടായിരുന്നു കുഞ്ഞ് പാടുന്ന കേൾക്കാൻ കേട്ടോ. ശബ്ദത്തിന് ഒരു കുറച്ച് അടപ്പുണ്ട് നിനക്ക് മുകളിലൊക്കെ പാടുമ്പോൾ, കുറച്ച് സ്ട്രെയിൻ തോന്നുന്നുണ്ട്. ഞാൻ എപ്പോഴും എല്ലാ കുട്ടികളുടെ അടുത്തും പറയും, ഇവൻ എന്ത് ഒരു കരച്ചിൽ പാട്ടാണെങ്കിൽ പോലും റാഫി സാഹിബിൻ്റെ ശബ്ദത്തിൽ അത് ഒരു സ്വീറ്റ്നെസ്, ഒരു ചിരി, ഒരു സ്മൈല് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള പാട്ടുകൾ അദ്ദേഹം വിടുവോ? റൊമാൻറ്റിക് പാട്ടിൻ്റെ ഉസ്താദാണ് അദ്ദേഹം. പാടിക്കഴിഞ്ഞാൽ നമ്മൾ ഓടിപ്പോകും. അതിങ്ങനെ ലേസിയായിട്ട് വലിച്ചടിച്ചൊക്കെ പാടും ചിലത്. അയ്യോ അത് ആർക്കും പറ്റത്തില്ല. അപ്പോൾ അതാണ് റാഫി സാഹിബ്. ഓൾ ദി ബെസ്റ്റ് മോനെ. थैंक यू सर. താങ്ക് യു ശരത് സർ. മാർക്ക് ചോദിക്കാം. മോനെ ഓ. 8 മാർക്ക്. थैंक यू सर. താങ്ക് യു ശരത് സർ. ഷാനിക്ക. ഹരിച്ചേട്ടാ. ടിങ് ടിങ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.